ചെറിയ ഗാർഡനാണ്. ഞങ്ങളുടെ വീട്ടില് ഇവിടെ ഇങ്ങനെ ഈ കാസ്ട്രോ വളർത്തിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ പൂത്ത് തുടങ്ങി. ഇനി ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മഞ്ഞ വസന്തമായിരിക്കും. അമ്മയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഗാർഡനിലേക്ക് വരും. ചെടികളോടൊക്കെ അമ്മയൊന്ന് സംസാരിച്ച്, അമ്മയ്ക്കൊരു പ്രത്യേക സ്നേഹമാണ് ചെടികളോടൊക്കെ. ഒരു പുതിയ മുട്ട വന്നാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അമ്മയുടെ ഈ കാസ്ക്ലോവെല്ലാം പൂക്കാൻ തുടങ്ങി. ഇനി പൂവിന്റെ സീസണൊക്കെ വന്നു തുടങ്ങുക. സാധാരണ നവംബർ ഡിസംബർ ഒക്കെയാണ് പൂവൊക്കെ വരുന്നത്. ഇപ്പൊ പിന്നെ വെയിലുണ്ടായത് കൊണ്ട് പൂവുകളെല്ലാം ഇങ്ങനെ പൂത്തു തുടങ്ങുകയാണ്. അമ്മ എപ്പോഴും ഇങ്ങനെ ചെടികളൊക്കെ പരിപാലിച്ച് ഇങ്ങനെ നടക്കും. ഞാൻ വരുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ചെടി മാത്രമേ ഉള്ളായിരുന്നു അമ്മയുടെ എന്റർടൈൻമെന്റ്. അമ്മ എപ്പോഴും ഇങ്ങനെ ചെടികളുടെ കൂടെ, അപ്പോഴും ഇതിനെക്കാട്ടും ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ പിന്നെ എന്റെ പുറകെയായപ്പോ അമ്മ ചെടികളെ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്നാലും ഇനിയിപ്പം അമ്മയ്ക്ക് അപ്പോഴൊരു വിഷമം വന്നു. അമ്മ ഇപ്പം വീണ്ടും ചെടികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ചെടികളെല്ലാം ഇങ്ങനെ വളമിടലും വെള്ളമൊഴിക്കലും ഒരു ജോലിയാണ്. ഒരു 2 മണിക്കൂർ അമ്മയ്ക്ക് വെള്ളമൊഴിക്കാനുള്ള ചെടിയുണ്ട് എന്റെ വീട്ടില്. പക്ഷെ അമ്മ ഇങ്ങനെ മടുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ വെള്ളമൊഴിച്ചപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇപ്പം ചെടിക്ക് വെള്ളവും ഒഴിക്കണം. അങ്ങനെ ചെടികളുടെ കൂടെ ഒരുപാട് പടരുന്ന ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ട്. പൂ പിടിക്കുന്ന ചെടികളും പിന്നെ തെറ്റിപ്പൂവൊക്കെ ഇവിടെ വലിയ മരമായിട്ട് തെറ്റിയൊക്കെ നിൽപ്പുണ്ട്. അമ്മ അതിനെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ച്, പിന്നെ ഇപ്പൊ ബൊഗൈൻവില്ലയൊക്കെ പൂ വരുന്ന സമയമേ ആവുന്നുള്ളൂ. എന്നാലും അമ്മ ഇപ്പൊ അതിനെയൊക്കെ നോക്കി എല്ലാത്തിനും ഇങ്ങനെ ഇങ്ങനെ വളമൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ്. ഒരുപാട് പടരുന്ന ചെടികളാണ് കൂടുതലുള്ളത്. അതായത് ഈ കാസ്ക്ലോവിലൊക്കെ ഇങ്ങനെ അതിന്റെ സീസൺ വരുമ്പോൾ നിറച്ച് മഞ്ഞപ്പൂ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് മഞ്ഞ വസന്തമായിരുന്നു. പിന്നെ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട്. വെർട്ടിക്കൽ ഗാർഡനകത്ത് അമ്മയിലെ ബാമ്പു ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാം അമ്മ ഇങ്ങനെ രാവിലെ നിറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ എന്നെ അകത്തിടും. കാരണം ഞാൻ ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ട് വെള്ളം കണ്ടാൽ എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് എന്നെ അകത്തിട്ടാണ് അമ്മ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വേഗത്താക്കിയിട്ട് ഈ വീട് മൊത്തവും കൊണ്ട് വെള്ളമാക്കും. അതുകൊണ്ട് അമ്മ എന്നെ അകത്തിട്ടാണ് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. ഇനിയാണ് അമ്മയുടെ അടുത്ത പണിയാണ്. അപ്പോഴത്തേക്ക് എന്നെ തുറന്നു വിട്ടു. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വെള്ളമാണെങ്കിലാണ് ഞാൻ കുളമാക്കുന്നത്. അമ്മ പിന്നെ ഏണി എടുക്കാൻ പോയി. ഏണി എടുത്തിട്ട് വന്ന് അമ്മയ്ക്ക് വളമിടലാണ്. ഇതിന്റെ മണ്ടയിലൊക്കെയാണ് ചെടി വെച്ചിട്ട് അമ്മ വലിഞ്ഞു കയറുമ്പോൾ ഇവിടെ അച്ഛനും ചേട്ടന്മാരും ഒക്കെ വഴക്ക് പറയും. ഏണിയിൽ നിന്നാണ് വീഴുമെന്ന് വിളിച്ച്. എന്നാലും അമ്മ കേൾക്കത്തില്ല. അമ്മ കയറി അതിന്റെ മേളിൽ വളമിടല് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഇനി പൂക്കുന്ന കാലമായതുകൊണ്ട് നിറച്ച് വളമൊക്കെ കൊടുക്കണം. അങ്ങനെ അമ്മ വളമിടാൻ വേണ്ടി അതിന്റെ മണ്ടയിൽ കയറിയേക്കും. പിന്നെ അമ്മ ചെടിയിലുള്ള പോച്ചകളൊക്കെ പിച്ചിക്കളഞ്ഞ് അങ്ങനെ ചെടിയുടെ പരിപാലനമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെടികളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.